Hi all, welcome back to Silent Learning. എല്ലാവർക്കും Silent Learning ലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മക്കളെ നമ്മുടെ ഓണം എക്സാമിന്റെ ചൂടിലാണ് എല്ലാവരും എന്ന് സാറിന് അറിയാം. അപ്പോൾ നമുക്ക് ഈ ഓണം എക്സാമിന് നമുക്ക് 4 ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണ് ആ ചാപ്റ്റർ എന്ന് പറയുന്നത്. യെസ്, ഫസ്റ്റ് ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, സെക്കൻഡ് ചാപ്റ്റർ ആയ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറന്റ് ഇലക്ട്രിസിറ്റി തേർഡ് ചാപ്റ്റർ ആൻഡ് ഫോർത്ത് ചാപ്റ്റർ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. അപ്പോൾ ഈ 4 ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ ഏതൊക്കെ ഡെറിവേഷൻ ആണ് നിങ്ങൾ എക്സാമിന് നോക്കിയിട്ട് പോകേണ്ടത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ് ഡെറിവേഷൻ നമ്മുടെ ഓൾറെഡി നമ്മുടെ ലൈവ് ക്ലാസ്സുകളെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈവ് ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് ഈ ഓണം എക്സാം ഫുൾ മാർക്കോട് കൂടി നല്ല റിസൾട്ടിലോട്ട് തന്നെ എത്തിച്ചേരാം. സൈലത്തിന് കൂടെ നിങ്ങൾ കൂടിക്കോ, നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് കിട്ടാൻ പോകുന്നത്. റെഡി അല്ലടാ? അപ്പോൾ നമ്മളിതാ തുടങ്ങാൻ പോകുന്നു നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 6 ഡെറിവേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളിവിടെ കാണുന്നുണ്ട് 6 ഡെറിവേഷൻസ്. അതിലെ ഫസ്റ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഡൈപോൾ അതിൻ്റെ ആക്സിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡെറിവേഷൻ ആണ്. ഒരു ഇലക്ട്രിക് ഡൈപോൾ അതിൻ്റെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം ആൻസർ കിട്ടുന്നത് 1/4πε0 2p ഡിവൈഡഡ് ബൈ എന്താണ് r³ എന്ന് പറയുന്ന ഇക്വേഷനാണ് കിട്ടുന്നത്. അതിൽ ഓരോ ടേമും എന്താണെന്ന് മക്കളെ അറിഞ്ഞിരിക്കുക. അതിനകത്ത് p എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ് ആണെന്നും r എന്ന് പറയുന്നത് ഡൈപോളിന്റെ സെന്ററിൽ നിന്നും ആ p എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണെന്നും നിങ്ങൾ ഓരോ ഡെറിവേഷൻ കഴിയുമ്പോഴും അതിൽ ഓരോ ടേമും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എങ്കിൽ രണ്ടാമത്തെ ഡെറിവേഷൻ ഇതേ ഡൈപോളിന്റെ തന്നെ ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 1/4πε0 p/r³ ആണ്. 2p ആണെങ്കിൽ ഇവിടെ p ആയിരിക്കും. ഇവർ തമ്മിൽ 2 റിലേഷൻ ഉണ്ട്. രണ്ടുപേർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ആക്സിയൽ എന്ന് പറയുന്നത് 2 ടൈംസ് ഓഫ് ഈ ഇക്വറ്റോറിയൽ ആയിരിക്കും. ഈ 2 ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മക്കളും എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇനി മൂന്നാമത്തെ ഡെറിവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഇലക്ട്രിക് ഡൈപോളിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെക്കാൻ നേരത്ത് അവിടെ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ ഡെറിവേഷൻ ആണ്. അവിടെ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin θ അല്ലെങ്കിൽ P ക്രോസ് E വെക്ടർ ഫോം ആണ്. വെക്ടർ ഫോം പഠിച്ചു വെക്കുക, മറ്റേ ഇക്വേഷനും പഠിച്ചു വെക്കുക. അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നാലാമത്തെ ഡെറിവേഷനോട് കടക്കുകയാണെങ്കിൽ നാലാമത്തെ ഡെറിവേഷൻ നമ്മുടെ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഗോസസ് തിയറവുമായിട്ട് ബന്ധപ്പെട്ടാണ് നാലാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷനിൽ 3 ഡെറിവേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെറിക്കൽ ഷെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെറിവേഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. E is equal to sigma r² divided by ε0 r² എന്നാണ് ഇക്വേഷൻ കിട്ടുന്നത്. അവിടെ 2 r ഉണ്ട്, സ്മോൾ r ഉണ്ട്, ക്യാപിറ്റൽ r ഉണ്ട്. സ്മോൾ r എന്ന് പറയുന്നത് നമ്മളുടെ കണ്ടുപിടിക്കേണ്ട ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കേണ്ട പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ക്യാപിറ്റൽ r എന്ന് പറയുന്നത് നമ്മുടെ ചാർജ് ഇരിക്കുന്ന സ്പിയറിന്റെ റേഡിയസ് ആണ്. റെഡിയല്ല മക്കളെ? എങ്കിൽ അടുത്തത് അഞ്ചാമത്തെ ഡെറിവേഷൻ ഇവിടെ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ചാർജ് ക്യാരി ചെയ്ത ഒരു കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇക്വേഷൻ ആണ്. അത് നമുക്കറിയാവുന്നതാണ്. അതിന്റെ ഡെറിവേഷൻ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് E is equal to lambda divided by ε0 2πr ആണ്. ലാംഡ എന്ന് പറയുന്നത് സർഫസ് ലൈൻ ചാർജ് ഡെൻസിറ്റി ആണ്. മുമ്പത്തെ കേസിൽ സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ഇവിടെയും r എന്ന് പറയുന്നത് ആ ലൈനിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. എങ്കിൽ നമുക്ക് അടുത്ത ഡെറിവേഷൻ, ലാസ്റ്റ് ഡെറിവേഷൻ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ഡെറിവേഷൻ ആണ്. ഒരു പ്ലെയിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡെറിവേഷൻ. മക്കളെ, ആ ഡെറിവേഷൻ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം. ആ ഡെറിവേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ് കിട്ടുന്നത്? സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0 എന്നാണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നത്. അവിടെ സിഗ്മ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. പിന്നെ ε0 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 ഡെറിവേഷൻസ് ആണ് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്നും പഠിക്കാനായിട്ടുള്ളത്. എങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന അടുത്ത ചാപ്റ്റർ എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. ആ ചാപ്റ്ററിൽ നിന്നും നമുക്ക് 4 ഡെറിവേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ഡെറിവേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഡെറിവേഷൻ ഒരു പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡെറിവേഷൻ ആണ്. ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്ത് നമുക്കൊരു ആൻസർ കിട്ടും. ആ പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുന്നത്? 1/4πε0 Q ഡിവൈഡഡ് ബൈ r² എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ കിട്ടും. അതാണ് നമ്മുടെ ഒന്നാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. ആ
ചാപ്റ്ററിലെ രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഇലക്ട്രിക് ഡൈപോളിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വെക്കുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതിന്റെ ഇക്വേഷൻ മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കുക. നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ PE cos θ ആണ്. അവിടെ PE sin θ ടോർക്ക് ആണെങ്കിൽ ഇവിടെ PE cos θ ആണ് വർക്കായിട്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ P.E ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതിന് ശേഷം വരുന്ന മൂന്നാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് ഒരു കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് ഡെറിവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. C is equal to ε0 A/d. C is equal to ε0 A/d യുടെ ഡെറിവേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. എല്ലാവരും നോക്കിയിട്ട് തന്നെ പോവുക. എങ്കിൽ അടുത്ത ഡെറിവേഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഡെറിവേഷൻ ആണ്. എന്താണ് ആ ഡെറിവേഷൻ എന്ന് പറയുന്നത്? യെസ്, ഒരു കപ്പാസിറ്ററിനെ സീരീസ് ആയിട്ടും പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ ആണ്. സീരീസ് ആയിട്ടാണ് കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1/c is equal to 1/c1 plus 1/c2 plus 1/c3 എക്സെട്ര ആണ്. എങ്കിൽ അതേപോലെ തന്നെ പാരലായിട്ടാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 plus C2 plus C3 ആയിരിക്കും. റെഡി അല്ലേ മക്കളെ? എങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4 ഡെറിവേഷനാണ് പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് മൊത്തം 7 ഡെറിവേഷൻ ആയിരുന്നു പണ്ടൊക്കെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. പൊട്ടൻഷ്യോമീറ്ററും അതേപോലെ തന്നെ മീറ്റർ ബ്രിഡ്ജൊക്കെ നമുക്ക് എടുത്തു കളഞ്ഞു. എങ്കിൽ നമുക്ക് നോക്കാം ഇപ്പോഴുള്ള സിലബസിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഒന്നാമത്തെ പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടുമായിട്ടുള്ള ഒരു റിലേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് I is equal to NAVE. I is equal to NAVE. അവിടെ V എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേടാ മക്കളെ. അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതേപോലെ തന്നെ റിലാക്സേഷൻ ടൈമും ടോയും തമ്മിലുള്ള റിലേഷനാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈം ടോയും തമ്മിലുള്ള റിലേഷനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ നമുക്ക് കിട്ടുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു E ടോ ബൈ M. E എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഡെൻസിറ്റി ആണ്, ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം ആണ്, അതേപോലെ M എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ മാസ് ആണ്. എങ്കിൽ അടുത്ത ഡെറിവേഷൻ വരുന്നത് എന്താണ്? ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റിവിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം. റെസിസ്റ്റിവിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള ഡെറിവേഷൻ ആണ്. അത് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. അത് തന്നെയാണ് ഓംസിലെ ഡെറിവേഷൻ ആയിട്ട് ഒരു പ്രാവശ്യം ഇംപ്രൂവ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. ഓംസിലെ ഡെറിവേഷനും അത് തന്നെയാണ്. ആ ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത് റോ ഇസ് ഈക്വൽ ടു M ഡിവൈഡഡ് ബൈ NE സ്ക്വയർ ടോ ആണ്. അവിടെ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്, M എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ മാസ് ആണ്, N എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് വോളിയം ആണ്, E എന്ന് വെച്ചാൽ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്, ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം ആണ്. എങ്കിൽ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വീസ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്. വീസ്റ്റോൺ ബ്രിഡ്ജിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തൊട്ട് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അതായത് വീസ്റ്റോൺ പ്രിൻസിപ്പിളായ P/Q ഈക്വൽ ടു R/S, അതായത് അഡ്ജസൻറ്റ് റെസിസ്റ്റൻസിന്റെ റേഷ്യോ ഈക്വൽ ആണ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. മിനിമം ഒരു 3 മാർക്കിനെങ്കിലും ഈ ഡെറിവേഷൻ ചോദിക്കുന്നതാണ്. എങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററായ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഈ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ 6 ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ഡെറിവേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന വെലോസിറ്റിയും അതേപോലെ തന്നെ കൈനറ്റിക് എനർജിയും അതേപോലെ തന്നെ ടൈം പീരീഡിൻ്റെയും എക്സ്പ്രഷനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് Q/B/R/M എന്നാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/2 × Q²B² ഡിവൈഡഡ് ബൈ 2M എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എങ്കിൽ അത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഡെറിവേഷൻ ടൈം പീരീഡിൻ്റെ ആണ്. ടൈം പീരീഡ് ഡെറിവേഷൻ നമുക്കറിയാം വെലോസിറ്റി is equal to ഡിസ്പ്ലേ അല്ലെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അവിടുന്ന് ടൈം ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? സ്പീഡ് ബൈ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. സ്പീഡ് ഓൾറെഡി കിട്ടി. QBR ബൈ എന്താണ്? M ആണ്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കംപ്ലീറ്റ് സർക്കിൾ എന്ന് പറയുമ്പോൾ 2πr ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് തമ്മിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നതാണ്. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ആണ്.
എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ബൈ എ കറന്റ് ക്യാരിയിങ് കോയിൽ. ഒരു കറന്റ് ക്യാരിയിങ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെറിവേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഇത് നമ്മുടെ ബയോട്ട്-സവാർട്ട് ലോയുടെ ആപ്ലിക്കേഷന് വരുന്നതാണ്. നമുക്കറിയാം 5 മാർക്ക് വരെ ഈ ഒരു ഡെറിവേഷനിൽ നിന്നും പ്രീവിയസ് ഇയറിൽ മാർക്ക് കിട്ടിയിട്ടുണ്ട്. 5 മാർക്ക് വരെ, മിനിമം ഒരു 4 മാർക്കെങ്കിലും നമുക്ക് ഈ ഒരു ഡെറിവേഷൻ പ്രതീക്ഷിക്കാം. അത്രയും വലിയൊരു ഡെറിവേഷൻ, അത്രയും ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. നമുക്കറിയാം അവിടെ ആക്സിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് B is equal to mu0 NIA² divided by 2A² plus X² the whole raised to 3/2. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടതാണ്. അതിനുശേഷം വരുന്ന അടുത്തത് നമ്മുടെ ആംപീരിയൻ സർക്യൂട്ടൽ തിയറത്തിന്റെ 3 ആപ്ലിക്കേഷൻ. ഒന്നാമത്തെ എന്താണ്? ഒരു സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെറിവേഷൻ ആണ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. mu0 I divided by 2πr ആണ് അവിടെ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അതിനുശേഷം വരുന്ന അടുത്ത ഡെറിവേഷൻ എന്ന് പറയുന്നത് ഒരു സോളിനോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദി മിഡ് പോയിന്റ് ഓഫ് ദി സോളിനോയിഡ് ആണ്, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് ദി സോളിനോയിഡ് ആണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് mu0 Ni ആണ്. അതിൽ ടൊറോയിഡ് നമുക്ക് പഠിക്കാനില്ല, പണ്ടൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. എങ്കിൽ 5ാമത്തെ ഡെറിവേഷൻ ആയിട്ട് വരുന്നത് ടോർക്ക് ആക്ടിങ് ഓൺ എ റെക്ടാങ്കുലർ ലൂപ്പ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന റെക്ടാങ്കുലർ ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിന്റെ ഡെറിവേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NABI sin θ അല്ലെങ്കിൽ M ക്രോസ് B. M എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ്. NABI ആണെങ്കിൽ N is a number of turns, B is a magnetic field intensity, A is the area of the coil, I is the current passing to the coil, and theta is the angle between area vector and magnetic field vector. ക്ലിയർ അല്ലടാ മക്കളെ? ഇത്രയും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതിനുശേഷം വരുന്നത് എന്താണ്? റെക്ടാങ്കുലർ ലൂപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഗാൽവനോമീറ്റർ ആണ്. ഈ ഗാൽവനോമീറ്ററിന്റെ കറന്റ് സെൻസിറ്റീവ് ഫാക്ടർ θ/I അതായിരിക്കും അവിടെ ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുന്നത്. അവിടെ നമുക്ക് θ/I നമുക്ക് കിട്ടുന്നത് NAB/C ആണ്. അവിടെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. A എന്ന് പറയുന്ന ഏരിയ ഓഫ് ദി കോയിൽ, B is the external magnetic field, C is the stiffness of the spring അല്ലെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ് നമുക്ക് മുഴുവനായി പഠിക്കാനുള്ളത്. 6 4 10 10 14 14 30 ഡെറിവേഷൻ. 4 ചാപ്റ്ററിൽ നിന്നും ഏകദേശം 30ഓളം ഡെറിവേഷൻസ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിലേതെങ്കിലും ഡെറിവേഷൻസ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമ്മുടെ ലൈവിൽ നിങ്ങൾ എല്ലാവരും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഈ ഡെറിവേഷൻ എല്ലാം പഠിച്ച് ഓണം എക്സാമിന് മുഴുവൻ മാർക്ക് ഫിസിക്സ് നമ്മൾ അടിച്ചെടുക്കും. നമ്മളായിരിക്കും നമ്മുടെ സ്കൂളിലെ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനെ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.